ഫൈനൽ എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഇവനായിരിക്കും. നോക്കിയേ, O is the center of the circle, angle A is equal to 30 degree and angle B യും ആംഗിൾ AOB യും ഫൈൻഡ് ചെയ്യാനാ പറഞ്ഞത്. അതായത് ഇവിടെ O എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ B എത്രയാണ്, ഇവൻ എത്രയാണ്, ഈ രണ്ട് ആംഗിൾസ് ആണ് നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോടാ? എന്താണ് ഇവിടെ പ്രത്യേകത? ഇവിടെ ഈ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും എന്താണ്, രണ്ടും ഈക്വൽ ആണ്. ബിക്കോസ് ഇതൊരു സർക്കിൾ ആണ്, സർക്കിളിന്റെ റേഡിയസസ് ആണ് അല്ലെ ഇവന്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ആരായിരിക്കും? ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്താണ്, ഈക്വൽ ആണ്. അതായത് ഇതിന്റെ എതിരെയുള്ള ആംഗിൾ 30 ആണെങ്കിൽ ഇതിന്റെ എതിരെയുള്ള ആംഗിളും എത്ര തന്നെയായിരിക്കും, 30 ഡിഗ്രി തന്നെയായിരിക്കും. ബി ആൻസർ, ബി നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. അങ്ങനെയെങ്കിൽ AOB എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 180 ഡിഗ്രി ആണ് കിട്ടുക. രണ്ട് ആംഗിൾസ് 30 ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല അല്ലെ. അങ്ങനെയെങ്കിൽ കണ്ടുപിടിച്ചിട്ട് താഴെ കമന്റ് ചെയ്യാം.